ഹായ് ഫ്രണ്ട്സ്, വാ നമുക്കൊന്ന് കുതിരാൻ ടണൽ വഴി പോയിട്ട് വരാം. കേരളത്തിൽ തന്നെ ഒരേ ഒരു ടണലാണ് ഈ കുതിരാൻ ടണൽ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലുമാണ് ഈ കുതിരാൻ ടണൽ. കുതിരാനിൽ 2 ടണലാണുള്ളത്. ട്യൂബ് ടണൽസ് എന്നാണ് അറിയപ്പെടുന്നത്, ലെഫ്റ്റും റൈറ്റും. ഏകദേശം ഒരു 900 സംതിങ് മീറ്റേഴ്സ്, 1 കിലോമീറ്ററിനടുത്താണ് ഈ ടണലിൻ്റെ ദൂരം. ഈ കൊച്ചി സേലം നാഷണൽ ഹൈവേ 544 ഈ കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഈ പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായിട്ടാണ് ഈ കുതിരാൻ മല വരുന്നത്. ഈ കുതിരാൻ മല നമ്മുടെ ആനമലയുടെ ഒരു ഭാഗമാണ്. വെസ്റ്റേൺ ഗാർഡ്സിലെ ആനമലയുടെ ഒരു ഭാഗമാണ് ഈ കുതിരാൻ മല. ആ കുതിരാൻ മലയുടെ ഉള്ളിലൂടെയാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. 2016 പണി തുടങ്ങി 2021 പണി പൂർത്തിയായി. ഏകദേശം 200 കോടി രൂപയാണ് ഈ ടണലിന് വേണ്ടി ചിലവായത്. ഒരു ആധുനിക ടണലെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വെളിച്ചവും പിന്നെ വായുസഞ്ചാരവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഇടത്തെ ടണലിൽ നിന്ന് വലത്തെ ടണലിലേക്ക് പോകാനുള്ള പാസുകളും, ഇത് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് അടുത്ത ടണലിലേക്ക് കടക്കാവുന്ന വഴികളും ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ കുതിരാൻ ടണൽ കഴിഞ്ഞ് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇത് തിരിച്ചുള്ള വഴിയാണ്. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് വരുന്ന വഴിയുള്ള ഫസ്റ്റത്തെ ട്യൂബാണ്. ഇത് സെക്കൻഡ് ട്യൂബാണ്. ഇത് നമ്മൾ തിരിച്ചു പോവുകയാണ്, അതായത് പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന വഴി. നിങ്ങൾക്ക് നമ്മുടെ ആനമലയുടെ ഭാഗങ്ങളായ മലനിരകൾ കാണാൻ വേണ്ടി പറ്റും. ഈ കുതിരാൻ ടണലിൽ ശരിക്കും പറഞ്ഞാൽ ടോളില്ല. പക്ഷേങ്കിൽ നമ്മൾ ഈ NH 544 കയറുമ്പോൾ ഒരു ടോളുണ്ട്. 110 രൂപയാണ് അവർ ടോൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള വഴിയിൽ ടണലിൽ കയറിയിരിക്കുകയാണ്. ഫുൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ സ്പീഡാണ് നമ്മൾ കാണിക്കുന്നത്, 40 ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുതിരാൻ ടണലിൽ യാത്ര ചെയ്യുന്നത്. കുറേ TV-യിലും പിന്നെ പല ന്യൂസിലൊക്കെ കുതിരാൻ ടണലിനെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതാണ് ആ കണക്ഷൻ, 2 ടണൽ തമ്മിലുള്ള കണക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 80 വരെയാണ് സ്പീഡ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൽ കൂടുതൽ സ്പീഡിൽ ആൾക്കാർ പോകുന്നുണ്ട്. ഈ കോയമ്പത്തൂരിലേക്ക് പോകാനും പിന്നെ അതുവഴി കർണാടകയിലൊക്കെ പോകാനും ഈ കുതിരാൻ ടണൽ വന്ന വഴി കുറച്ചുകൂടി എളുപ്പമാണ്. യാത്രാ സൗകര്യം കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഫാൻ, ഈ വായുസഞ്ചാരവും മറ്റൊന്നിനു വേണ്ടി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. 2 സൈഡിലും ലൈറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കുതിരാൻ ടണൽ കടന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്.